ഹർഷ, നമുക്കറിയുന്ന കുറച്ച് ആൾക്കാരുടെ ഫോണുകളിലേക്ക് ഇന്ന് രാവിലെയും ഇന്നലെയും ഞാൻ ഒക്കെയായിട്ട് വാട്സാപ്പിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. അതെ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്നുള്ള പേരിലാണ് വരുന്നത്. ഇതിലിങ്ങനെ ഒരു ഡ്രാഫ്റ്റഡ് മെസ്സേജ് ആണ്. ആദ്യം വന്ന മെസ്സേജ്: ഈ മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി 25 മുതൽ ആരംഭിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇതിനായി 1050 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 2016 600 രൂപ മാത്രമായിരുന്ന പെൻഷനാണ് ഇന്ന് ഒരു കുടിശ്ശികയുമില്ലാതെ 62 ലക്ഷത്തോളം പേർക്ക് 2000 രൂപയായി ഓരോരുത്തരുടെയും വീട്ടുപടിക്കൽ എത്തുന്നത്. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് സ്നേഹത്തോടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സംരംഭം നാടിന്റെ അഭിമാനമാണ്, സംരംഭകർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജും കൂടെ ഈ പറഞ്ഞ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പ് വഴിയും ഈ വാട്സാപ്പ് വഴി പ്രചാരണം നടത്തുന്ന തെറ്റൊന്നുമല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതിൽ ഇവിടെ ആരും തെറ്റും കുറ്റവും ഒന്നും പറയാറില്ല. പക്ഷെ ഒന്നും ചെയ്യാതെ പ്രചാരണം നടത്തുന്നതും അതുപോലെ ബൂസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യം തന്നെ വരുന്നത്. തീർച്ചയായിട്ടും മേഘ ആ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ ആ മെസ്സേജ് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് മേഘ പറഞ്ഞു. സാധാരണക്കാരനായ ആളുകളുടെ കയ്യിലേക്ക് ഫോണിൽ ഈ ഒരു മെസ്സേജ് വരുമ്പോൾ അവര് പറയുന്നത് മുഖ്യമന്ത്രി മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി നേരിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട്. കാരണം അവര് സാധാരണക്കാർ, പാവപ്പെട്ട ജനങ്ങള്, അവർക്ക് അറിയില്ല ഈ പറയുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അവരുടെ മനസ്സിൽ എന്താണ്, ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുമ്പോൾ നമുക്ക് പൈസ കിട്ടും, മുഖ്യമന്ത്രി നേരിട്ടാണ് പറഞ്ഞേക്കുന്നത്, വാട്സപ്പിലാണ് അയച്ചേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾക്ക് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് ഈ പറയുന്ന മെസ്സേജിലൂടെയാണെന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നാൽ വിശ്വസിക്കും. അതും വായിക്കാൻ എളുപ്പത്തിന് മലയാളത്തിൽ, അത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അയക്കുന്ന വ്യക്തിയുടെ പേര്, ഇപ്പം എനിക്കാണ് അയക്കുന്നതെങ്കിൽ എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആ മെസ്സേജ് വരുന്നത്. എത്രത്തോളം വിശ്വസനീയമായിരിക്കും മെസ്സേജ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ വോട്ടർമാരെയും തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരെയും ഇപ്പം ഈ മെസ്സേജ് മേഘ എന്നോട് ചോദിച്ചിരുന്നു, ഹർഷാക്ക് മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പെൻഷൻ ലഭിക്കുന്നവർക്ക്, DA ലഭിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ളവരുടെ അക്കൗണ്ടുകളിലേക്കാണ്, വാട്സപ്പുകളിലേക്കാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അതെ, അപ്പൊ അങ്ങനെ ഓഫീസിൽ ചോദിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ പറയുന്നത് അമ്മയുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തേക്കുന്ന എന്റെ നമ്പറിലേക്കാണ്, അതിലേക്ക് വന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ആലോചിക്കണം, അതിനകത്ത് പറയുന്നത് 2016 600 രൂപ ആയിരുന്ന പെൻഷൻ 2026 ആയപ്പോഴേക്കും 2000 രൂപ ആക്കി എന്ന് പറയുന്നുണ്ട്. ഈ 2000 രൂപ ആക്കിയത് എപ്പോഴായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം മുൻപായിരുന്നു ഈ 2000 രൂപയിലേക്ക് പറഞ്ഞ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ എന്ന് വെക്കാം. ഈ 2000 രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് 2026 ഒരു കുടുംബം എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? എന്തിന്റെ പേരിലാണ് ഇവർ പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, പെട്രോൾ വില കൂടിയിട്ടുണ്ട്, ഡീസൽ വില കൂടിയിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ ഇപ്പൊ വണ്ടി ഇല്ലാത്ത വീട്ടിലേക്കാണ് ഇവർ പൈസ കൊടുക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അരിയുടെ വില പോലും കൂടിയിട്ടുണ്ട്. അരിയുടെ വില, അതുപോലെ തന്നെ മീനിന്റെ വില, മറ്റ് സാധനങ്ങൾ, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട്. ഗ്യാസിന്റെ, കറണ്ടിന്റെ, അങ്ങനെ ഒരു മനുഷ്യനെ ഒഴിഞ്ഞുകൂടാനാകാത്ത എല്ലാത്തിന്റെയും വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന വിലക്കയറ്റം ഇല്ലാത്ത സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് 2016 അധികാരത്തിൽ വരുമ്പോൾ ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഓരോന്നിന്റെയും വില പരിശോധിച്ചാൽ ഇരട്ടിയിലധികമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിവസങ്ങൾ കൊണ്ടൊക്കെയാണ് ഓരോ സാധനങ്ങളുടെയും വില മാറുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ കടകളിലേക്ക് ചെല്ലുന്ന സമയത്ത് വില ചോദിക്കുമ്പോൾ ശരിക്കും തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും. അത്രയും വില വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോഴാണ് വിലക്കയറ്റം ഇല്ലാത്ത സർക്കാർ എന്നുള്ള വാഗ്ദാനം പൊളിയുന്നത്. അത് പാവപ്പെട്ട ജനങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഈ പറയുന്ന പെൻഷന്റെ കാര്യം മേഘ സൂചിപ്പിച്ചു. 2000 രൂപയാക്കി നിർത്തി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 1600 നിന്നും 2000 എത്തി എന്ന് പറയുമ്പോൾ ഇവർ വന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഓരോ വർഷവും 100 രൂപ വെച്ച് കൂട്ടുമെന്നാണ്. അങ്ങനെയെങ്കിൽ കണക്ക് പ്രകാരം ഇപ്പോൾ 2500 രൂപയാണ് ഈ പറയുന്ന ആളുകൾ പെൻഷൻ വാങ്ങിക്കേണ്ടത്. ഇപ്പോൾ 2000 മാത്രമേ എത്തിയുള്ളൂ എന്നുള്ളത് ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന PR വർക്കുകളെല്ലാം തന്നെ ഭയങ്കര കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഹോർഡിങ്ങുകൾ കാണുന്നു, അതുപോലെ തന്നെ ബസ്സിന്റെ ചുറ്റും പതിപ്പിച്ചിരിക്കുന്ന കാണുന്നു, മെസ്സേജുകൾ വരുന്നു, കോളുകൾ വരുന്നു, അങ്ങനെ പലതരത്തിലുള്ള PR വർക്കുകൾ നടക്കുന്നുണ്ട്. ഒന്നും പോരാത്തതിന് ഓൺലൈൻ ചാനലുകളെ വിലക്കെടുത്ത് അതിലൂടെ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം, കൃത്യമായുള്ള ഒരു പൊലിപ്പിക്കൽ സ്ട്രാറ്റജി നടക്കുന്നുണ്ട് എന്നറിയാം. അതുപോലെ തന്നെ സ്റ്റേജിൽ കയറിയുള്ള പരിപാടികൾ നടക്കുന്നുണ്ടെന്നറിയാം. അതുപോലെ നവകേരള സർവേ പൊട്ടി, അതിനുള്ള ശ്രമം നടന്നിരുന്നു. അതുപോലെയുള്ള പല കാര്യങ്ങളും ഇവർ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത്, ഇപ്പോൾ ഇടതുപക്ഷത്ത് നിന്നുള്ള എല്ലാവരും ആവശ്യപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി 10 വർഷം മുമ്പ് എന്ത് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് വേണം പറയാൻ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് തന്നെ കൃത്യമായ ബോധ്യമുണ്ട്, വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. വികസനം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ അതിനെല്ലാം ഒരു സ്വാഭാവികതയുണ്ട്. 10 വർഷത്തിന്റെ ഒരു വളർച്ചയിൽ എത്രത്തോളം വികസനങ്ങൾ സ്വാഭാവികമായി വരാൻ സാധിക്കുമോ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. 2016 മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ തുടങ്ങി വെച്ചതും അവർ ആവിഷ്കരിച്ചതുമായ പല പദ്ധതികളും
കടമെടുത്ത് ചെയ്ത് കുറെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഇവർ പറയുന്നത് പോലെ വലിയൊരു വികസിതമായ കേരളത്തിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതെ, ഒരറ്റത്തു നിന്ന് തുടങ്ങുമ്പോൾ മറ്റേ അറ്റത്ത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ, ഇപ്പോൾ ആശുപത്രി കെട്ടിടങ്ങളായിക്കോട്ടെ, സ്കൂൾ കെട്ടിടങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പുതിയത് നിർമ്മിച്ചിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ഓരോ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആരോഗ്യ മേഖലയിൽ തന്നെ എത്രയോ ആശുപത്രി കെട്ടിടങ്ങൾ പുതിയത് നിർമ്മിച്ചു. പക്ഷെ പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറ്റാനുണ്ടായ കാലതാമസം കൊണ്ട് എത്രയോ പേരുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ ആളുകളുടെ തീരെ സുഖമില്ലാതെ വന്ന ആളുകളുടെയൊക്കെ തന്നെയും ജീവനില്ലാത്ത ഒരു നിശ്ചലമായ ശരീരം പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെയും ഈ ഹോസ്പിറ്റലുകളുടെ അനാസ്ഥ തന്നെയായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനേക്കാൾ ഉപരി ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാലും കൃത്യമായി സർക്കാരിന്റെ വീഴ്ചകൾ മാത്രമാണ് ഒരു പടി മുകളിൽ നിൽക്കുന്നത്. എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇരുണ്ട കാലം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. യഥാർത്ഥത്തിൽ ഇരുണ്ട കാലം ആര് ഭരിച്ചപ്പോൾ ആയിരുന്നു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം ജനങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും എന്തുകൊണ്ട് 10 വർഷം ഇത്രയും സുഖമുള്ള ഭരണമായിരുന്നുവെങ്കിൽ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതൊരിക്കലും സ്വാഭാവികമായി വരുന്ന ഒരു ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അതിനേക്കാൾ ഉപരി ജനങ്ങൾ മടുത്തു എന്നുള്ളത് തുറന്നു പറയാൻ ജനങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ധൈര്യത്തിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഹർഷ പറഞ്ഞ ഈ കാലതാമസത്തിന്റെ കാര്യമുണ്ടല്ലോ, ഒരു കെട്ടിടം പണിതാൽ അത് തുറന്നു കൊടുക്കാനുള്ള അടുത്ത പടിയിലേക്ക് കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് ചൂരൽമലയിലെ സംഭവം ഉണ്ടായത്. ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, ഒരു നാടാകെ നശിച്ച ഒരു ദുരന്തമായിരുന്നു. അവിടെ വീട് വെച്ചു കൊടുക്കാന്ന് പറയുന്നു. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഒക്കെ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ സ്ഥലം എടുത്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് എവിടെ വരെ എത്തിയെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ സ്റ്റോറി ഉണ്ട്, 178 വീടുകൾ തുറന്നിരിക്കുന്നു. സാധാരണ 4 ചുവരുകൾ മാത്രമുള്ള വീടല്ല, ഭംഗിയുള്ള വീടുകളാണ് എന്ന് പറഞ്ഞ് അതിന്റെ താക്കോൽദാനം നടത്താൻ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഒരു കൃത്യമായ ഒരു സമയത്തിന് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കൃത്യമായി അത് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇമോഷണലി ഇഞ്ചെക്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലതാമസം വഴി അവിടെ ഒരു ക്രൂശിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. ചുരൽമലയിൽ ഇപ്പോഴും സ്വന്തം വീട് നശിച്ച് സ്വന്തമായ ഒരു വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ ഇമോഷൻസിനെ വെച്ചാണ് ഇവർ കളിക്കുന്നതെന്ന് ഇവർ മറന്നു പോകുന്നു. ഇവരെ സംബന്ധിച്ച് കേരളം മൊത്തം PR ചെയ്യുന്നതാണോ അതോ ചുരൽമല എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു സ്ഥലത്തെ ഒരു വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും വിഷമം കാണുന്നതാണോ വലുതെന്ന് ചോദിച്ചാൽ അവർക്ക് കേരളത്തിലെ PR തന്നെയാണ് വലുത്. അത് തന്നെയാണ് കേരളത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ ആരോഗ്യ വകുപ്പിന്റെ പ്രശ്നങ്ങൾ, ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ ഈ പറഞ്ഞ 5 വർഷമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്ത് കോവിഡ് എന്നുള്ള വലിയൊരു മഹാമാരി ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ ഡീൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായ ചെറിയ ചെറിയ സംഭവങ്ങൾ പലരും മറന്നുപോയി, മനഃപൂർവ്വം തന്നെ മറന്നുപോയിട്ടുണ്ട്. കാരണം ആ മഹാമാരി ആയിരുന്നു നമുക്ക് വലുത്. പക്ഷെ അതിനുശേഷം ആരോഗ്യമന്ത്രിയായി വരുന്ന വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വളരെ മോശപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റായി ആരോഗ്യ വകുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ പിണറായി സർക്കാർ 3.0 വരാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ 1 എന്ന നമ്പർ ഇട്ടിട്ട് എഴുതേണ്ടി വരുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നെയായിരിക്കും ആദ്യമായി വരുന്നത് ആരോഗ്യ മേഖല. അതെ, ഇപ്പോൾ ഈ 5 വർഷത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷം അപാകതകൾ പറ്റി, പിഴവുകൾ പറ്റി, ജീവനുകൾ നഷ്ടപ്പെട്ടു. അപ്പോഴെങ്കിലും ഇതൊന്ന് തിരുത്താൻ നല്ലൊരു ബോർഡ് രൂപീകരിച്ച് എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഒരു സ്റ്റഡി നടത്താനൊന്നും ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. 4.5 വർഷമായിട്ട് ഇപ്പോഴും വീണ്ടും ജീർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി അത് മാറുന്നു. അതേ സമയത്ത് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായുള്ള PR വർക്കുകൾ നടക്കുന്നു. ഒന്ന് ആലോചിച്ചോ ഹർഷ, ഈ ഫോണിലേക്ക് ഇപ്പൊ എന്റെ പേരിലാണ് വരുന്നതെന്ന് വിചാരിച്ചോ, ഹായ് മേഘ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്ത് അതിലൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്ത് സ്നേഹപൂർവ്വം പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കുമ്പോൾ ഒരു PR കമ്പനിക്ക് എത്ര രൂപയായിരിക്കും ഇവർ ചെലവാക്കേണ്ടി വരിക? അപ്പോൾ ഇതുപോലെ ഇത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇവരുടെ PR വർക്കിന്റെ ഭാഗമായി ഇവർ തന്നെ ചെലവാക്കുന്നതായിരിക്കാം, എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ സർക്കാർ ഖജനാവിൽ നിന്ന് എത്രയോ രൂപ ദൂർത്തടിക്കുന്നുണ്ട്. നമ്മൾ പല പ്രഖ്യാപനങ്ങളുടെയും ചിലവ് കണക്കുകൾ നമ്മൾ കണ്ടിരുന്നു, പല പരിപാടികളുടെയും ചിലവ് കണക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്നതെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ദൂർത്ത് തന്നെയാണ്. അതെ, ഇവിടെ നമ്മുടെ ഈ സർക്കാരിന് ഇത്രയും വർഷം കേരളം ഭരിച്ചതിൽ ഏറ്റവും ഗുണമുണ്ടായിരുന്നത് അല്ലെങ്കിൽ PR വർക്കുകൾ ചെയ്യാനുള്ള കൃത്യമായ കാര്യങ്ങൾ പ്രകൃതി തന്നെ ഇട്ടുകൊടുത്തൊരു സർക്കാരായിരുന്നു ഇപ്പോൾ കഴിഞ്ഞുപോയ 10 വർഷം എന്ന് പറയുന്നത്. എത്രയോ മഹാമാരികൾ, എത്രയോ ദുരന്തങ്ങൾ സംഭവിച്ചു. കൃത്യമായി അവിടേക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ, അതായത് ഇതുവരെ അവർക്ക് ആവശ്യമുള്ളതിന്റെ പകുതി എത്തിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് PR ചെയ്യാനായിട്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതില്ലായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടത് എന്താണോ എന്നുള്ളത് അറിഞ്ഞു നൽകിയിരുന്നുവെങ്കിൽ ജനങ്ങൾ അത് തീർച്ചയായിട്ടും സ്വീകരിക്കുമായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ മെസ്സേജിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാമെന്നുള്ള പുതിയ പദ്ധതി ഇങ്ങനെ
മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞൊരു വാക്കാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. അതായത് AKG സെന്ററിൽ നിന്നും CPM ചെയ്യുന്ന PR യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളതാണോ എന്നൊരു സംശയം അദ്ദേഹം തുറന്നു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കത് തന്നെയാണ് തോന്നുന്നത്. ഇത്തരത്തിൽ മെസ്സേജുകൾ അയക്കുമ്പോൾ കൃത്യമായി ഇവർ ഓർമ്മിപ്പിക്കുന്ന ഈ പെൻഷന്റെ കാര്യമായിക്കോട്ടെ, വിലക്കയറ്റത്തിന്റെ കാര്യമായിക്കോട്ടെ, ഇവർ ചെയ്തു എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിക്കും, ഇവർ വന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്നുള്ളത്. കൃത്യമായി ഇവർ പറഞ്ഞ പൊള്ളയായ വാഗ്ദാനങ്ങൾ ആലോചിക്കാനും അത് വീണ്ടും ഓർത്തെടുക്കാനും ജനങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുത്തത് ഇപ്പോൾ CPM തന്നെ PR എന്നുള്ളതാണ് യാഥാർത്ഥ്യം.